ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ വൈദ്യ ചാച്ചനോട് ഇതാ ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്ന യാത്രയിൽ ചാച്ചനില്ല, ചാച്ചൻ വീട്ടിലെക്കുക. അങ്ങനെ ഞാൻ, അമ്മ, ഗൗരി, ചേട്ടൻ, പിന്നെ നമ്മുടെ 2 മക്കൾസ്, പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അയാളെ നമ്മൾ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യുമ്പോൾ ധാരാളം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കാർ ഇറക്കി നേരെ അയാൾ നിൽക്കുന്നത് വെള്ളായണി ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക ജംഗ്ഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി തന്നെയാണ് കേട്ടോ അവർ നമ്മളെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഇത് വാവ എൻ്റെ കയ്യിലുണ്ട്, വൈദ്യ ബാക്കിലുണ്ട്, അമ്മാൻ്റെയും ഗൗരീൻ്റെയും കൂടെ വൈദ്യ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതോ നന്ദുവേട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങളിതാ വെള്ളായണി ജംഗ്ഷനിലെത്തി. ഇതോ കാണുന്ന ഒരാളൊക്കെ ഉണ്ടോ, അയാൾ മറ്റാരുമല്ല എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ അമ്മ, അതായത് അമ്മമ്മ. അപ്പം അമ്മമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അതിനുള്ള കാരണം ഒക്കെ നമ്മൾ വഴിയേ പറയാം. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു സൺഡേ ആണ്, സൺഡേ ട്രിപ്പ് എന്ന് പറയാം. അപ്പം അമ്മേ ശരണം ദേവി ശരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ മാർത്താണ്ഡം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ധാരണ. കാരണം വെച്ചാൽ മുൻപ് ഇവിടെ വന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ഗൗരി, അതായത് അനിയത്തി കുട്ടിയുടെ കോളേജിലേക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പം അതിൽ നമ്മളിവിടെയാണ് ബസ് ഇറങ്ങുന്നത്. അവളെ കോളേജിൽ പോകണമെങ്കിൽ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ കയറി പോകണം. അല്ലെങ്കിൽ കോളേജിൻ്റെ മുന്നിൽ തന്നെയല്ല, അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റോപ്പുണ്ട്, അവിടെ ഇറങ്ങണം. അപ്പം ഞങ്ങൾ പോകുന്ന വഴി അതിലൂടെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തത്. അപ്പോൾ അത് വൈദ്യ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. വൈദ്യ രാവിലെ എണീച്ച് കുളിച്ചുകൊണ്ടുള്ളൊരു ക്ഷീണമുണ്ട്, അതുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് ഞാൻ അപ്പാടും വാവേനെ എടുത്ത് ബാഗിൽ കൊടുത്തു. അങ്ങനെ ഇത് നമ്മുടെ അനിയത്തിക്കുട്ടീൻ്റെ കോളേജ് എത്തിയതോ, ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവളിവിടെ നഴ്സിങ്ങിന് പഠിക്കുക. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒന്നും കൂടി വരാം, അപ്പോൾ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നമ്മളിങ്ങനെ യാത്ര ആരംഭിച്ചു. യാത്ര ഇപ്പോൾ ഇതാ എന്താ പറയുക, ഇപ്പോൾ എങ്ങോട്ടാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ അതിന് പറയുന്നതിന് മുൻപ് നമ്മൾ ഈ യാത്ര പോകണമെങ്കിൽ വണ്ടിയിൽ ഇന്ധനം വേണം. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി ഇന്ധനം അടിച്ചു. നമ്മൾ പോയി വരണമെങ്കിൽ എന്തായാലും പെട്രോൾ ഇല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്താ പറയുക പെട്രോൾ അടിച്ച് നേരെ നമ്മളെ സ്പോട്ടിലേക്ക് പോവാം. നല്ല രസമുണ്ടല്ലോ അവിടെ പോകുമ്പോഴുള്ള വ്യൂ കാണാൻ. മല കണ്ടോ, അത് കാണാൻ പ്രത്യേക രസമാണല്ലേ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ആദ്യം തന്നെ കുമാരൻ കോവിൽ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട് ആ ഒരു ഇതിലാണ് ഈ കുമാരൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അമ്മമ്മേനെയും കുഞ്ഞാവേനെയും കാറിലാക്കി ഞങ്ങൾ 4 പേര്, 4 അല്ലേ, 1 2 3 4 5 പേരും ചേർന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ദേ കാണുന്നുണ്ട് കുരങ്ങനും കുഞ്ഞു, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, ചേർത്ത് പിടിച്ച് കാണാൻ എന്ത് രസമല്ലേ. അപ്പോൾ ഇതോ കാണുന്ന അമ്പലത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിനു മുമ്പേ കാലൊക്കെ കഴുകാനാണ്. അതിൻ്റെ അടുത്ത് തന്നെ ക്ഷേത്രക്കുളമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗണപതിൻ്റെ പ്രതിഷ്ഠയും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടെ കാല് കഴുകി എന്താ പറയുക ഗണപതിൻ്റെ പ്രതീക്ഷ കണ്ടോ അവിടെയാണുള്ളത്. അവിടെ നമ്മൾ തൊഴുത് എന്നിട്ടാണ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അമ്മമ്മയും വാവയും കാർ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കോവിലിലേക്ക് കയറാനായിട്ടില്ല കൊച്ചിന്, അതുകൊണ്ട് അമ്മമ്മ ഓൾറെഡി ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതായത് 2 ദിവസം മുൻപേ അമ്മമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നൊരു ട്രിപ്പ് പോലെ അമ്മമ്മ പോയതാണ്. പിന്നെ നമ്മുടെ കൂടെ പോകുമ്പോൾ അമ്മമ്മക്ക് ഫാമിലിയുടെ പേരെ പോകുന്നതും അടുത്തുള്ളവരെ പേരും പോകുന്നതും ഒരു പ്രത്യേക വൈബല്ലേ. അപ്പോൾ അത് രണ്ടും അനുഭവങ്ങളാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാനില്ല, ഞാൻ കൊച്ചിനും കൊണ്ട് ഇവിടെ ഇരിക്കുക, കൊച്ചിന് കയറാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ 2 ട്രിപ്പായിട്ട് തൊഴണം. അപ്പോൾ അമ്മ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മ ഒന്നിനൊരു ലോട്ടറിയും കൂടിയാണ്, ചുമ്മാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക തൊഴുത് ഇറങ്ങി. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ. അപ്പോൾ ഒരു ദിവസം എന്തായാലും സ്ലോലി ഓരോ ക്ഷേത്രത്തിൽ പോകുന്ന വീഡിയോ എന്തായാലും എടുക്കും. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ചേട്ടനൊക്കെ ഒരുപാട് പ്രാവശ്യം പോയതാണ്, പക്ഷെ ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വരുന്നത്. അവിടെ പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഈ തമിഴ്നാട് പ്രത്യേക സ്റ്റൈലാണ് അതിൻ്റെ ഒരു കോവിലിൻ്റെ ഒരു രൂപം. കുറേ കൊത്തുപണികളും കാര്യങ്ങളായിട്ട് നല്ല സെറ്റാണ് തമിഴ്നാട്ടിലെ കോവിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഓരോരോ കോവിലുകളും എനിക്കിഷ്ടം. അടുത്ത കോവിലാണ് ഇത്, മേലാങ്കോട് ദേവീക്ഷേത്രം. അത് ഈ തമിഴ്നാട് ഇതിൻ്റെ അടുത്താണ്, കുമാരൻ കോവിലിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അവിടത്തേക്ക് പോകുന്നത്. അവിടെയും അമ്മമ്മ വന്നിട്ടില്ല. നമ്മൾ ദൂരെ ഒരു എന്താ പറയുക ക്ഷേത്ര പരിസരം അല്ലാണ്ട് ഈ വീടൊക്കെ സ്ഥിതി ചെയ്യില്ലേ, എന്തായാലും അവിടെയൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, പേടിക്കാനില്ല. അപ്പോൾ ക്ഷേത്ര പരിസരത്തല്ലാണ്ട് കുറച്ച് അങ്ങോട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ അമ്മമ്മേനെയും കൊച്ചിനെയും അവിടെ ഇരുത്തി ഞങ്ങളെല്ലാവരും തൊഴാൻ പോയി. അപ്പം തൊഴുതിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ പൊങ്കാലിൻ്റെ പ്രസാദം അത് കിട്ടുമല്ലോ, അത് കിട്ടി. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനത് മുഴുവൻ കഴിച്ചു കേട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേവീക്ഷേത്രത്തിൽ അത് തൊഴുതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ വിട്ടത് പത്മനാഭപുരം പാലസിലാണ്.
അപ്പോൾ അവിടെ നിന്ന് ഓരോ എന്താ പറയുക കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇത് തമ്പുരാട്ടി എന്ന് പറയുക എന്താ പറയുക ഡ്രസ്സിങ് ഹാളാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ നേരെ അടുത്ത് തന്നെ, അപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ ഒരു അടുത്ത് തന്നെയായിട്ടാണ് എന്താ പറയുക മ്യൂസിയം വരുന്നത്. അതും കണ്ടിട്ടാണ് ഇറങ്ങിയത്. അധികം വീഡിയോസ് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല, മറ്റൊന്നും കൊണ്ടല്ല. എന്താ പറയുക എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. എൻ്റെ കുഞ്ഞി ഫോണാണ്. ആ കുഞ്ഞി ഫോണിൽ ആ ഫോണിന് താങ്ങാവുന്നതിന് അപ്പുറമായി എൻ്റെ സ്റ്റോറേജ്. അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുത്തിയിരുന്ന് ഡിലീറ്റ് ആക്കിയിട്ടാണ് ഇതിപ്പോൾ കാണുന്ന വീഡിയോ എടുക്കുന്നത്. നമ്മളിപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലെത്തി. ഇവിടുത്തെ ബസ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, കണ്ടില്ലേ, ഒരു നമ്പറൊക്കെ എഴുതിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ബസ്. അത് കാണാനും പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതോ കാണുന്നൊരു പാറ കണ്ടോ, അത് കാണാൻ എന്തോ ഒരു ക്യൂട്ട്. എന്താണ് ആ പാറ, ഒരു എന്തൊക്കെയോ ഒരു ഇത് പറയുന്ന പോലത്തെ, ഒരു കഥ പറയുന്ന പോലത്തെ ഒരു പാറ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റിയ എൻ്റെ ഭാഗ്യം. കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ പറ്റുന്ന പ്രദേശമില്ല, കയ്യിൽ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കാര്യവും പറഞ്ഞ് കയ്യിൽ കുഞ്ഞാവയും ഉണ്ട്. അപ്പം കുറേ സമയം ഉച്ച കഴിഞ്ഞു. അപ്പോൾ അധിക സമയം ആയതുകൊണ്ട് കുഞ്ഞാവക്കും പാപ്പം വേണം, ഞങ്ങൾക്കും പാപ്പം വേണം. ഞങ്ങൾക്ക് കിട്ടിയാലല്ലോ കുഞ്ഞാവക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എന്താ പറയുക ശ്രീ അതിഥി ഭവൻ എന്ന് ഒരു പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി എന്താ പറയുക സദ്യ ഓർഡർ ചെയ്തു. ഇതുപോലത്തെ സദ്യ ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്ങനെയാണ് ഫുഡെന്ന് ചോദിച്ചാൽ 50% ഓക്കെ, 50% ഓക്കെ അല്ല. എന്ന് വെച്ചാൽ ആ റേറ്റിന് വാല്യൂ അല്ല, അതർവൈസ് കുഴപ്പമില്ല, അഡ്ജസ്റ്റബിളാണ്. നമ്മൾ പിന്നെ എവിടെ ചെന്ന് വീണാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചോറും സാമ്പാറും കൂട്ടുകറികളെന്ന് പറയുന്നു അതൊക്കെ കഴിച്ച് യാത്ര അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴാണ് അതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോഴൊന്നും കണ്ട കുറച്ച് ആടുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആട് പോകുന്നത് ഇതായിരിക്കും അവരുടെ ഓണർ, എന്താ പറയുക അതിഥി തൊഴിലാളികളായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ കന്യാകുമാരിയിലേക്കാണ്. വെൽക്കം ടു കന്യാകുമാരി. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ നേരത്തെ സ്ഥലം പറഞ്ഞില്ല, കന്യാകുമാരിയിലേക്കല്ല നമ്മൾ മെയിനായിട്ട് പോകുന്നത്. അതിൻ്റെ അടുത്ത് വേറൊരു പ്ലേസ് ഉണ്ട്. അത് പറയുന്നതിന് മുൻപ് നമ്മൾ കന്യാകുമാരീൻ്റെ വിശേഷം അറിയാം. കന്യാകുമാരി നമ്മൾ 50 രൂപ ടിക്കറ്റ് എടുത്ത് കന്യാകുമാരി എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ, അതെടുത്തിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അപ്പം നമ്മളൊരു സ്ഥലത്ത് എന്താ പറയുക വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓട്ടോയിലാണ് കേട്ടോ നമ്മളിപ്പോൾ വിവേകാനന്ദ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു സൈഡിൽ കാറിന് നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഓട്ടോയിലാണ് പോകുന്നത്. അവിടെ പിന്നെ കുഞ്ഞാവൊക്കെ കയറുന്നതിന് കുഴപ്പമില്ല. അവിടെ കയറുമ്പോഴേക്കും മോനെ കാണുന്ന തിരക്കുണ്ട്. നന്തോട്ട് നിന്ന് ഓടിപ്പോയിട്ട് ക്യൂ നിന്നെങ്കിലും ഇത്രയും തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ടായിരിക്കാം. അവിടെ ഈ കണ്ണാടി പാലം കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ കയറാൻ പറ്റിയില്ല. നിർഭാഗ്യവശാൽ പറയണ്ട, ഭാഗ്യവശാൽ കയറാൻ പറ്റിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. 4 മണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യും. നമ്മൾ ഇച്ചിരി വഴുകി. അപ്പം അതിൻ്റെ അടുത്ത് എന്താ പറയുക കന്യാകുമാരി ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷേ ദേവീക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് അമ്മമ്മയും കുഞ്ഞാവിയും ഒരുമിച്ച് നിന്ന് ഞാനും ഗൗരിയും നന്ദുവേട്ടനും വൈദ്യയും കൂടിയിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ ക്ഷേത്രത്തിന് പരിസരത്ത് നിന്ന് ഈ വ്യൂ ഒക്കെ കണ്ട് പിന്നെ ക്ഷേത്രത്തിൽ തൊഴുത് ഒക്കെ നമ്മളിറങ്ങി. അപ്പോൾ അവിടെ നിന്ന് വൈദ്യക്ക് കോളടിച്ച് വൈദ്യക്ക് അവിടെ നിന്ന് എന്താ പറയുക 2-3 കളിപ്പാട്ടങ്ങളൊക്കെ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ, വണ്ടിയിലേക്ക് തിരിച്ചു വന്നത്. അടുത്തതായി കാണുന്ന സ്ഥലം, അതായത് മണ്ടേക്കാട്, അവിടേക്കാണ് നമ്മളടുത്ത് പോകുന്നത്. അതിനാണ് നമ്മൾ വന്നത് തന്നെ, മെയിനായിട്ട് വന്നത് ആ ഒരു സ്പോട്ടിലേക്ക് പോകേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഉത്സവം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൊങ്കാലയ്ക്ക് അമ്മയ്ക്ക് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടേക്ക് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ ഒന്നും ഇടാത്തത്. എന്താ പറയുക, ഇനി എന്തായാലും പോകുമ്പം ഡീറ്റെയിൽ ആയിട്ട് ഇടാം, അതിൽ ശരി. അപ്പോൾ മണ്ടേക്കാട് നമ്മളെന്താ പറയുക പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ക്ഷേത്രം കണ്ടില്ലേ, എന്താ പറയുക തമിഴ്നാട് ക്ഷേത്രത്തിന് പ്രത്യേക ഒരു ഇതാണ് അതിൻ്റെ കൊത്തുപണികൾ കണ്ടോ, കുതിരയൊക്കെ നിർത്തിയിട്ട്. നമ്മളെ കേരളത്തിൽ വളരെ കുറവാണ് ഇങ്ങനത്തെ ക്ഷേത്രങ്ങളൊക്കെ, പക്ഷേ തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇങ്ങനത്തെയൊക്കെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. കന്യാകുമാരി എന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ വൈദിക്ക് അവിടെ നിന്ന് കാറിൽ തന്നെ പൊളിച്ച് എല്ലാം പണിയാക്കി കേട്ടോ. പിന്നീട് പോകുന്ന വഴിക്ക് ചായയും കുടിച്ച് നേരിയതേ മണ്ടേക്കാടേക്ക് എത്തി. അപ്പോൾ വണ്ടി അവിടെ സൈഡിൽ പാർക്ക് ചെയ്തു. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടക്കും. കുറച്ച് ദൂരമുണ്ട്, ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ് കുറച്ച് ദൂരേക്ക് പോകണം നമുക്ക് ക്ഷേത്രത്തിലെത്താൻ. പോകുന്ന വഴിക്ക് നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോൾ മണ്ടേക്കാട് ക്ഷേത്രത്തിന് മുന്നിലെത്തി. അപ്പം നല്ല ജനത്തിരക്കുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്ഷേത്രത്തിന് മേലേക്ക് എന്തോ പച്ചത്തുണി വെച്ചിട്ട് മൂടി കിട്ടുന്നത്, എനിക്ക് തോന്നുന്നു പണിയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്ഷേത്രം നമ്മൾ തൊഴുത് ഇറങ്ങി
അമ്മ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ട്. ഞാനും വൈദിക്കും രേട്ടനൊക്കെ ഇവിടെ നിന്ന് അവിടെ നിന്നും വൈദിക്ക് കളിപ്പാട്ടം വാങ്ങിച്ച്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ റെഡിയായി. നമ്മൾ സമയം ഒരുപാട് വൈകി. ഇനി വീട്ടിലെത്താൻ 2 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളെങ്ങനെ എന്താ പറയുക തിരിച്ച്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല വിശന്ന് അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി എന്താ പറയുക പൊറോട്ടയും അൽഫാമും കറിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഫുഡ് കഴിച്ചു അത്ര തന്നെ. ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ എങ്ങനെ ലാസ്റ്റ് എത്തിയിരിക്കുന്നു ഗായ്സ് എന്ന് വെച്ചാൽ 11 മണി കഴിഞ്ഞു. അധികമൊന്നും പറയുന്നില്ല, എനിക്ക് വയ്യ. 11 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് പള്ളിച്ചൽ ആ സ്ഥലം, അവിടെ ഒരു കോവിലിൽ ഉത്സവം നടക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, അതാണ് അതെടുത്തത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്മൾ ഹോം എത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കാറ് വീട്ടിലേക്ക് കയറ്റുവാണ്. അന്നേരമാണ് അമ്മയും അനിയത്തിയും ഒക്കെ ഉറക്കം എഴുന്നേൽക്കുന്നത്. പിന്നെ അച്ഛൻ നമ്മൾ വരുന്നത് കാത്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് എന്തായാലും വന്നിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.